അത്യാവശ്യം അതിന് മുമ്പ് ഈ പ്രൊമോഷൻ വീഡിയോസ് റെമിയുടെ ഇടുന്നതൊക്കെ വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഈ വർഷം ഇത്രയും പ്രശ്നം വന്നത് എന്താ വെച്ചാൽ മാസം 18,000 രൂപയാണ് വണ്ടിയുടെ ഫിനാൻസ് വരുന്നത്. പിന്നെ അപ്പോൾ പിന്നെ ഫിനാൻസ് നമുക്ക് എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പറ്റിക്കാൻ പാടില്ല. അത് എൻ്റെ ഒരു നിലപാടാണെന്ന് തന്നെ കൂട്ടിക്കോ. ഞാൻ അങ്ങനെയാണ്. അവരെ നമ്മൾ പറ്റിക്കാൻ പാടില്ല. അവർ കാണുന്നത് കൊണ്ടും അവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് റവന്യൂ എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്, അല്ലേ? അങ്ങനെയുള്ള അവരെ പറ്റിച്ചുകൊണ്ടോ അവരെ മണ്ടന്മാരാക്കിക്കൊണ്ടോ ചതിച്ചുകൊണ്ടോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം പിടിക്കത്തില്ല എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മുടെ ഡ്രീം റൈഡർ ഇപ്പോൾ ഡ്രീം ലവറായി മാറിയിട്ടുണ്ട്. ആദ്യം ഒരു 2 ലക്ഷത്തിന് എബോ ഉള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു ഡ്രീം റൈഡറിന്, അടിച്ചു പോയി ഗൈസ്. രണ്ടാമത് ഇപ്പം ഡ്രീം ലവർ തുടങ്ങി 1 ലക്ഷത്തിന് മേലും ആക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. പക്ഷേ ലവന്മാരുടെ ഇടപാടുകൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ 6 മാസം മുന്നേ ഇവയിട്ട് ഒരു വീഡിയോ ഞാൻ ആദ്യം ശകലം ഒന്ന് കൊടുക്കാം. കുറച്ച് കണ്ടതിന് ശേഷം അവൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ കൂടി ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാം. വെറും പറ്റിപ്പാ നിങ്ങൾ അവന്റെ വ്യൂവേഴ്സിനെ അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ തന്നെ അതിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഞാനത് ഇപ്പൊ ക്ലിയർ ചെയ്തത്. മെയിൻ ചാനലിന്റെ കാര്യമാണ്. മെയിൻ ചാനലിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിനെ ടെർമിനേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തേക്കാണ്. പിന്നെ അതായത് യൂട്യൂബിൽ ഇപ്പൊ നിലവിൽ നമ്മുടെ ആ ചാനലിൽ കാണാൻ പറ്റില്ല. അത് കുറെ ചാനൽ. അപ്പോൾ ഇതിങ്ങനെ വ്യൂവേഴ്സ് ഒക്കെ അറിഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേ സാറിന് അല്ലാതെ നമ്മൾ പോയെന്ന് പറഞ്ഞാൽ ആർക്കും മെസ്സേജും കാര്യങ്ങളൊന്നും വരില്ല. എനിക്ക് ഓപ്ഷൻ മെയിൽ എനിക്ക് വരും. അല്ലാതെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊന്നും വരില്ല. ചിലപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുന്ന ചില ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് സെക്കൻഡ് ചാനലാണ് വരുന്നത്. അപ്പോൾ അതിന് പിന്നെ അപ്പം അങ്ങനെയാണ് പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു. ഓരോരുത്തർ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഒന്ന് ഇത് പെട്ടെന്ന് വന്നതിന്റെ ഒരു മാനസികാവസ്ഥയും പിന്നെ യാത്രയിലായിരുന്നു ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡ്രീം റൈഡർ അനുവും ചിന്നും ലവൻ ഇപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഒരു മെയിൻ ചാനൽ ഉണ്ടായിരുന്നു. 2 ലക്ഷത്തിന് എബോ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു. അത് അടിച്ചുപോയി, യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, അവൻ സ്ട്രൈക്ക് കിട്ടി ടെർമിനേറ്റ് ആക്കി. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ ഗൈഡ് ലൈന് എതിരായിട്ടുള്ള വീഡിയോ ആണ് ഇവൻ ചെയ്തത്. അപ്പോൾ ഈ മറ്റേ റമ്മി ബെറ്റിംഗ് അതുപോലത്തെ സാധനങ്ങൾ ഇവൻ പ്രൊമോട്ട് ചെയ്ത്. അതേ തുടർന്നാണ് യൂട്യൂബ് ഇവനെ തൂക്കി എറിഞ്ഞത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ സബ്സ്ക്രൈബേഴ്സ് നിന്റെ വ്യൂവേഴ്സ് അവരെ വിശ്വസിച്ച് നിന്നെ വന്ന് നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ അവരെ പറ്റിക്കുന്ന സാധനമല്ലേ നീ പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നത്. അത് കണ്ടിട്ട് അവരാരെങ്കിലും ആ സാധനം ഡൗൺലോഡ് ചെയ്ത് കളിച്ച് അവരുടെ കയ്യിലുള്ള പൈസ പോയി കഴിഞ്ഞാൽ നീ ഉത്തരവാദിത്തം പറയോ? ഏക്കോ ഇല്ലല്ല. എന്നിട്ട് വന്നിട്ട് ഗണഗണ എന്നടിക്കണം അവന്റെ ചാനൽ പോയെന്ന്. നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ കൂടിയവരാണ് നീ ചതിക്കുന്നത്. ഞാൻ അതിലോട്ട് വരാം. അവൻ തന്നെ പറയുന്ന കേട്ടിട്ട് നമുക്ക് ബാക്കി അലക്കാം. അതിന് മുമ്പ് ഈ പ്രൊമോഷൻ വീഡിയോസ് റെമിയുടെ ഇടുന്നതൊക്കെ വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഈ വർഷം ഇത്രയും പ്രശ്നം വന്നത് 2024 റൂളിലായിരിക്കും ഗ്യാംബ്ലിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ക്യാമ്പയിൻ വന്നപ്പോൾ എനിക്കിപ്പോൾ എൻ്റെതായ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതായത് ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ടായിരുന്നു. ക്യാമ്പയിൻ്റെ വീഡിയോ ആൾറെഡി ഞാൻ ഒരു മാസം ക്യാമ്പയിൻ ആയിരുന്നു അപ്ലോഡ് ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സിന്, അതായത് ഹിന്ദി ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സിനൊന്നും വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്യാമ്പയിൻ ഓക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വീഡിയോയ്ക്ക് എന്തോണം സ്ട്രൈക്ക് വന്നു. അതായത് വേറെ അവർ തന്നെ വേറെ നോർത്തിലുള്ള ചാനലുകളൊക്കെ ഇടും. അപ്പോൾ അതിനൊക്കെ 10-20 വീഡിയോ ചെയ്തതായിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട് ആ ചാനലുകളൊക്കെ. അപ്പോൾ അവർക്കൊന്നും ഇഷ്യൂ ഒന്നുമില്ല. ഇനി സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ വേറൊരു ചാനൽ ഇട്ടെന്ന് വെച്ചിട്ട് എനിക്ക് സ്ട്രൈക്ക് അടിക്കുന്നതുകൊണ്ട് അവർക്ക് സ്ട്രൈക്ക് അടിക്കണം എന്നില്ല. ഒരേ റൂളാണ്, പക്ഷേ അത് വ്യൂസിനനുസരിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. എന്നില്ല യൂട്യൂബിന്റെ ഗൈഡ് ലൈൻ നമുക്കറിയാം. അതായത് യൂട്യൂബ് അടിക്കുന്ന സ്ട്രൈക്കും ഉണ്ട്, ആളുകൾ സെപ്പറേറ്റ് അടിക്കുന്ന സ്ട്രൈക്കും ഉണ്ട്. ഗൈഡ് ലൈൻ അടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പോളിസിക്ക് എതിരായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ അടിച്ച് കയറ്റി തരും. 3 എണ്ണം വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് മറ്റേത് 3 എണ്ണം വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ്. അത് ആൾക്കാർ അടിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ കൗണ്ടർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവന്റെ കൗണ്ടർ അടിയേക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള സാധനങ്ങളാണ് അവൻ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നിട്ട് വന്നിട്ട് ന്യായീകരിക്കണം അത് എന്റെ സബ്സ്ക്രൈബേഴ്സിലോട്ടൊന്നും പോകത്തില്ലെന്ന്. എടാ നിനക്ക് ഉളുപ്പുണ്ടായിങ്ങനെ പറയാൻ? എടാ നിന്നെ വിശ്വസിക്കുന്ന ഇപ്പൊ ജെനുവനായിട്ട് പറയാം, ഞാൻ എന്റെ വീഡിയോസ് കണ്ട് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഞാൻ ഒരിക്കലും പറ്റിക്കാൻ പാടില്ല. കാരണം ഇന്നലെയാണ് എനിക്ക് ഒരു ലേഡി, ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നത്, എന്റെ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ താങ്ക് യു, സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞ് ഓക്കെ താങ്ക് യു എന്നൊക്കെ സംസാരിച്ച്. എന്നിട്ട് അവരിൽ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. ഞാൻ ചോദിച്ചാൽ അതെന്താ എന്ന് കാണുമെന്ന് എൻ്റെ വീഡിയോ എന്നും ഞാൻ ഇടുന്ന വീഡിയോസ് കാണും. അതുകൊണ്ട് എന്നെ അവരുടെ വീട്ടിലത്തെ ഒരു അംഗം പോലെയാണ് അവർ കണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ നമ്മളെ കരുതി വെക്കുമ്പോൾ അവരെ നമ്മൾ പറ്റിക്കുന്നത് ശരിയാണോ? അവിടെ നിന്റെ ഈ ഓഞ്ഞ പ്രൊമോഷൻ കൊണ്ടിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്നത് ശരിയാണോ? നീ തന്നെ ഒന്ന് ഇരുന്നങ്ങ് ചിന്തിക്കും. നിനക്ക് കുറച്ച് ദുട്ട് കിട്ടും. എനിക്ക് വന്നിട്ടുണ്ട് ഇമാതിരി ചീഞ്ഞ പ്രൊമോഷൻ. ഞാൻ എടുക്കത്തില്ല. എന്തിനാ? നമുക്ക് പൈസ കിട്ടും, 10,000-15,000 രൂപയൊക്കെ വെച്ച് കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല.
നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കല്ലേ. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം കൊണ്ട് നാളെ അവരുടെ ഭാവിയെ റോങ് ആയ രീതിയിൽ ബാധിക്കാൻ പാടില്ല. ആ ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം വേണം. നിനക്കൊക്കെ പൈസ മാത്രം മതി, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചിന്തയില്ല. എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കണം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരു ജെന്യൂനായിട്ട് നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ നിന്റെ വ്യൂവേഴ്സിനെ പറ്റിക്കാതെ നിനക്കൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ഏത് വഴിയിലും കൂടെ യൂട്യൂബ് റവന്യൂ, റമ്മി റവന്യൂ, മറ്റേ റവന്യൂ, മറിച്ച റവന്യൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ എവിടെന്നെങ്കിലും 10 കാശ് ഉണ്ടാക്കിയാൽ മതി. എന്തായാലും യൂട്യൂബ് ഈ ഒരു പോളിസി വെച്ചത് എടുത്ത് കളഞ്ഞത് നന്നായി. ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യണവന്മാർ വേണ്ട നമ്മളെ യൂട്യൂബിൽ, സത്യം. നീ മാത്രമൊന്നുമല്ല, ഒരുപാടെണ്ണം ഉണ്ട് ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തള്ളുന്ന. മറ്റേ സഞ്ജു ടെക്കിയില്ല, അവൻ ഇതിന്റെ ആശാനാണ്. അവൻ ഇമാതിരി സാധനം മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. ഇതുപോലെ കുറേ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അങ്ങ് തള്ളും നാട്ടുകാരെ പറ്റിക്കുക. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ലവൻ വന്ന് മെഴുകുന്നുണ്ട്. ഇവന്റെ മറ്റേ ചാനലിൽ പോയി ഇവന് കാറിന് ലോണ്, കാറ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാറ് വിറ്റ കേസൊക്കെ അവൻ പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപോക്കാം. പക്ഷെ അത് വേറെ അവരെ തന്നെ വ്യൂവേഴ്സ് ആണെങ്കിൽ പോലും പിന്നെ അവർക്കൊരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് അറിയില്ല. അതൊന്നും ആ ഒരു പുസ്തകം അവർ നമുക്ക് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അപ്പം ഡെയിലി വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയ പിന്നെ 3 മിനിറ്റ് 5 മിനിറ്റ് മാത്രമല്ല പൈസ കുറവാണെങ്കിലും അത് ഒരു മാസമൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫിഗർ ആണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ അത് ആൾറെഡി എനിക്കൊരു വാണിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് വീണ്ടും ഈ ഒരു ഇഷ്യൂവിൽ വാണിംഗ് വന്നു. ഞാൻ പിന്നെ ചെയ്യുന്നില്ല എന്ന് അവരുടെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിടുക, നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു നോക്കി. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യം ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറയുവാണ്. സമയമുള്ളവർ കേൾക്കുക. കുറേയൊക്കെ ഞാൻ ഹൈഡ് ചെയ്താണ് ഇരുന്നത്. ഇപ്പോൾ അതെല്ലാം ഏകദേശം എല്ലാം സോൾവ് ആയി വരുന്നതുകൊണ്ട് ഞാനതൊന്ന് ഓപ്പൺ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴുണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ഇത് അവരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം വേറെ റിസ്ക് ഒന്നുമില്ല, മോണിറ്റൈസേഷനൊക്കെ ഓഫ് ചെയ്തിട്ട് പ്രശ്നമില്ല. അപ്പം ഞാൻ പക്ഷേ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് റവന്യൂ വരില്ല എന്നേ ഉള്ളൂ. എങ്കിലും അതൊക്കെ എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു 3-4 വീഡിയോ ഡെയിലി അവർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കാരണം നമ്മളെ വീഡിയോക്കൊപ്പം തന്നെ അവരുടെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പോയിട്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. അങ്ങനെ ഒരു ദിവസമാണ് പിന്നെ 3ാമത്തെ പിന്നെ സ്ട്രൈക്കിലാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തത്. നന്നായി. ഒരുത്തന്റെ ചാനൽ പോകുന്നത് എനിക്കും വിഷമമുള്ള കാരണമാണ്. പക്ഷെ ഇമാതിരി പരിപാടി ചെയ്ത് പോകുന്നതിന് നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ വ്യൂസിനെ പറ്റിക്കുക. നീ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് ആ സാധനം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു നിന്റെ പേജിൽ. ഒരുത്തനെങ്കിൽ ഒരുത്തൻ ആ സാധനം നിന്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന ഇവൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് അത് ജെന്യൂൻ ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരാൾ അത് കണ്ട് അതിൽ പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നഷ്ടമായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്കാണ്. അത് ഭയങ്കര മോശം പരിപാടിയാണ് ഇമാതിരി സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് എന്നിട്ട് വന്നിട്ട് ന്യായീകരിച്ച് മെഴുകണം നിന്റെ ചാനലിൽ പോയി ഗായ്സ് എന്ന്. നിനക്ക് ഉളുപ്പില്ലടാ അങ്ങനെ വന്നിരുന്ന് പറയാൻ. സത്യം ഉളുപ്പില്ലേ? പുച്ഛം മാത്രം. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണവന്മാരെ സത്യം പറഞ്ഞാൽ ജനങ്ങളെ, നിങ്ങൾ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് നമ്പരുത്. നിങ്ങൾക്ക് നിങ്ങളെ വലയിലാക്കുന്ന ഇമാതിരി സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഇവന്മാരൊക്കെ പറയും നിങ്ങൾ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫ്രണ്ട്സാണ്, മറ്റാണ്, വാങ്ങയാണ്, തൊലിയാണെന്നുള്ളത് ഒരു തേങ്ങയുമില്ല. ഇവന്മാർക്കൊക്കെ ജസ്റ്റ് പൈസ എന്ന ഒരു ഫാക്ടർ മാത്രം. ഞാൻ വന്നിരുന്ന് ചിലപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇപ്പം എല്ലാവരും എന്നെ വിശ്വസിക്കണമെന്നൊന്നും അല്ല, വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ അത് കണ്ട് അത് ചെയ്ത് ആ സാധനം ഡൗൺലോഡ് ചെയ്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോയി കഴിഞ്ഞാൽ അത് ഞാൻ കാരണമാണ്. ആ സാധനം ഉണ്ടാവരുത്. നീയൊക്കെ ഓരോ സാധനങ്ങളും പ്രൊമോട്ട് ചെയ്തിട്ട് പോകും. പാവങ്ങൾ കയ്യിലുള്ള നക്കാപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അവസാനം കയ്യിലുള്ള മൊത്തം അങ്ങ് പോകും. അതിനൊക്കെ ഒറ്റ ഉത്തരവാദി നീയാ. എന്നിട്ട് ചാനൽ മെഴുകണം. മാസം 18,000 രൂപയാണ് വണ്ടിയുടെ ഫിനാൻസ് വരുന്നത്. പിന്നെ അപ്പോൾ പിന്നെ ഫിനാൻസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തി ഫിനാൻസ് അടയ്ക്കണം. 18,000 ഫിനാൻസ് അടച്ചിട്ട് ഈ വണ്ടി നമുക്ക് പുറത്തിറക്കാൻ പെട്രോൾ ഇല്ല. അപ്പോൾ അതിന് എത്ര രൂപ എന്ന് ആലോചിച്ച് അതിനെ പലപ്പോഴും പഠിക്കും. പിന്നെ അപ്പോൾ നമുക്കൊരു 30,000 രൂപയ്ക്കാണ് റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ 18,000 രൂപ, ഒരു 30,000 ഫിഗർ പറയാം. 30,000 ഒരു ചില മാസം കിട്ടാല്ല. മുമ്പ് കിട്ടുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയൊക്കെ എടുത്തത്. അത് എപ്പോഴും ഒരേ ലെവലിൽ നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഒരു 30,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 18,000 രൂപ ഫിനാൻസിന് പോയി കഴിഞ്ഞാൽ 12,000 രൂപയാണ് കയ്യിലുള്ളത്. അതിൽ മാസം പെട്രോൾ അടിക്കാൻ 2,000 പെട്രോൾ അടിച്ച് മാറ്റിക്കും. 10,000 രൂപയാണുള്ളത്. ഇതിനിടയ്ക്ക് ചിട്ടി ചില സമയത്തൊക്കെ മൊബൈൽ ലോൺ അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം. പിന്നെ നമ്മുടെ ചിലവ്, അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ ഭയങ്കര ടൈറ്റായി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഭിമാനവും സെന്റിമെന്റ്സ് ഒക്കെ പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ലവൻ വണ്ടി എടുത്തതും അവന്റെ ഫിനാൻസ് അടയ്ക്കാൻ പറ്റാതായത് വണ്ടി വിറ്റ കേസുകളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കും വസ്തു വാങ്ങിച്ചെന്നും സ്വർണ്ണം വാങ്ങിച്ചെന്നും സ്വർണ്ണം വിറ്റെന്നും സ്വർണ്ണം വിറ്റ് വസ്തു വാങ്ങിച്ചെന്നും കുറെ അവൻ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിനക്ക് ഉളുപ്പിൽ എന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ. ഇമാതിരി സാധനങ്ങൾ, ജനങ്ങളെ പറ്റിക്കുന്ന സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന നിനക്കൊക്കെ ഒരു എത്തിക്സും ഇല്ലെന്നേ പറയത്തുള്ളൂ. നീയൊക്കെ എങ്ങനെ എത്ര ഇതായി കഴിഞ്ഞാലും ഇമാതിരി സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യണവന്മാർ ഒരു എത്തിക്സും ഇല്ല. അതിൽ ഒരു സംശയമില്ല. നിനക്കൊക്കെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനങ്ങളൊന്നുമില്ല. സത്യം, ഈ പറയുന്ന റമ്മി ഇതുപോലത്തെ സാധനങ്ങൾ കളിച്ച് എത്ര പേരെ ജീവൻ ഒടുക്കിയിരിക്കണമെന്ന് നിനക്കൊക്കെ അറിയാമോ? അപ്പം നിനക്കൊക്കെ ഒരു പൈസ മാസം ഒരു റവന്യൂ ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കിട്ടുമ്പോൾ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് നീയൊക്കെ നിന്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉളുപ്പില്ലേടേ? എന്നിട്ട് വന്നിട്ട് ചാനലിൽ പോയി അയച്ചാൽ ജനങ്ങളെ നമ്പരുത്, യുവന്മാരെയൊന്നും നമ്പരുത്. ഇതൊക്കെ കണ്ട് യാവന്മാരെങ്കിലും യുവന്മാരെ ഓഞ്ഞ പ്രൊമോഷനും കണ്ടും കൊണ്ട് അത് ഏറ്റെടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയും കളഞ്ഞ് സമാധാനവും കളയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അമ്മാതിരി സാധനങ്ങളാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണവന്മാരെ നമ്പരുത്.
അവന്മാരെ സ്വയം ലാഭത്തിന് വേണ്ടിയാണ് അവന്മാർ കാണിക്കുന്നത്. എടാ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫോളോവേഴ്സ്, അവര് നമ്മളിലൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പം അവരെ നമ്മൾ പറ്റിക്കരുത്, അവരെ പറ്റിക്കരുത് ദയവ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ ഒരു കുട്ടി മെസ്സേജ് അയച്ചാണ്, ഞാൻ അവരുടെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെയാണ്. അപ്പോൾ അത്രയും ഒരു ഇതാണ് അവർ നമ്മളെ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെന്നും വീഡിയോസ് കാണുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് നമ്മളെ സ്ഥിരം കണ്ട് വരുമ്പം അവരെ വീട്ടിലൊരു അംഗത്തെ പോലെ ആകും നമ്മൾ ഓട്ടോമാറ്റിക്കലി. അപ്പം ആ ഒരു വിശ്വാസമാണ് നീക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്. നീ നിന്റെ വീട്ടിലുള്ളവരെ കൊണ്ട് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സാധനം കളിപ്പിക്കൂടെ? ഇല്ലല്ല. പിന്നെ അതുപോലെ തന്നെ നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കരുത് ജനങ്ങളെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉണ്ട്. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.